ബിഗ് ബെൻ വലിയൊരു ക്ലോക്കാണ്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ പാലസിലാണ് ഇതിന്റെ സ്ഥാനം. 1859 മെയ് 31-നാണ് ഇതിവിടെ സ്ഥാപിതമായത്. അന്നു മുതൽ ഇന്നോളം ബ്രിട്ടന്റെ ഒരു അടയാളമായി, സമയകൃത്യതയുടെ പ്രതീകമായി നിലകൊള്ളുന്നു ബിഗ് ബെൻ. എഡ്മണ്ട് ബക്കറ്റ് ഡെനിസൺ എന്ന ഒരു വക്കീലിന്റെ രൂപകൽപ്പനയിൽ നിന്ന് എഡ്വേർഡ് ഡെന്റ് ആണ് ഇത് നിർമ്മിച്ചത്. ആദ്യത്തെ പൊതുമരാമത്ത് കമ്മീഷണറായിരുന്ന ബെഞ്ചമിൻ ഹാളിന്റെ പേരിൽ നിന്നാണ് ബിഗ് ബെൻ എന്ന് ഇതിന് പേര് നൽകിയത്. ഈ ഘടികാരത്തിന്റെ ഭാരം എത്രയെന്നു 13.7 ടൺ. ഇതിന് 2.2 മീറ്റർ ഉയരവും 2.7 മീറ്റർ വ്യാസവും ഉണ്ട്. ഈ നാഴികമണിയുടെ നാവിന്റെ ഭാരം 200 കിലോഗ്രാം ആണ്. ഇതിന്റെ ഡയൽ നിർമ്മിച്ചിരിക്കുന്നത് ഉരുക്കുകൊണ്ടാണ്. 4 ദിശകളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ഓരോ ഡയലിനുമുണ്ട് 7 മീറ്റർ വ്യാസം. മണിക്കൂർ സൂചിയുടെ നീളം 2.7 മീറ്റർ, ഭാരമാകട്ടെ 300 കിലോഗ്രാം. മിനിറ്റ് സൂചികൾ ചെമ്പ് തകിട് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിനും 100 കിലോഗ്രാം ഭാരമുണ്ട്. പെൻഡുലത്തിന്റെ നീളം 4.4 മീറ്റർ. ആഴ്ചയിൽ 3 തവണ കൈകൊണ്ട് കീ കൊടുത്ത് ഇതിന്റെ പ്രവർത്തനം നിലനിർത്തുന്നത്. 2012-ൽ ബിഗ് ബെന്നിന്റെ പേര് മാറ്റി എലിസബത്ത് ടവർ എന്നാക്കി. 15 വർഷങ്ങൾ കൊണ്ടാണ് ഈ ക്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ലോകമാസകലം പടർന്നു പിടിച്ച 2ാം ലോക യുദ്ധത്തിലും കേടുപാടുകൾ സാരമായി പറ്റാതെ നിലനിന്ന ഘടികാരമാണിത്. ബ്രിട്ടനിലെ പാർലമെന്റ് ചേരുന്ന സമയങ്ങളിൽ ബിഗ് ബെൻ നോക്കിയാൽ അറിയാം, ഈ ഘടികാരത്തിന് മുകളിലായി അപ്പോൾ ഒരു സവിശേഷ പ്രകാശം തെളിയും. സമയകൃത്യത നിലനിർത്തുന്നതിനുള്ള അതീവ ശ്രദ്ധ ഈ ക്ലോക്കിന് നൽകുന്നുണ്ട്. എലിസബത്ത് രാജ്ഞി ബ്രിട്ടീഷ് ഭരണാധികാരിയായി 6 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് ബിഗ് ബെൻ എലിസബത്ത് ടവർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1834-ലുണ്ടായ ഒരു അഗ്നിബാധയിൽ വെസ്റ്റ് മിനിസ്റ്ററിലെ പഴയ കൊട്ടാരം കത്തിയെരിയുകയുണ്ടായി. തുടർന്ന് 1843-ൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ബിഗ് ബെൻ എന്ന ഘടികാരവും അതിന്റെ ടവറും നിർമ്മിക്കപ്പെട്ടത്. ഓരോ 1/4 മണിക്കൂറിലും ബിഗ് ബെന്നിന്റെ ശബ്ദം മുഴങ്ങും. ലണ്ടനിലെ തേംസ് നദിക്കും ബ്രിട്ടീഷ് പാർലമെന്റിനും അഭിമുഖമായി നിൽക്കുന്ന ഈ ക്ലോക്കിന്റെ ശബ്ദം 2ാം ലോക യുദ്ധത്തിൽ ശത്രുവിമാനങ്ങൾ അറിയാതിരിക്കാൻ അക്കാലത്ത് നിശബ്ദമാക്കിയിരുന്നു. 1941 മെയ് 10-ന് ജർമ്മനിയുടെ ബോംബാക്രമണത്തിൽ പാർലമെന്റ് കെട്ടിടത്തിന് പരിക്കുപറ്റിയെങ്കിലും സാരമായ പരിക്കുകളില്ലാതെ ഈ ക്ലോക്ക് ടവർ രക്ഷപ്പെട്ടു. 1945 മെയ് 9-ന് ജർമ്മനി കീഴടങ്ങിയതോടെയാണ് വീണ്ടും ബിഗ് ബെന്നിന്റെ ശബ്ദം ലോകം കേൾക്കാൻ തുടങ്ങിയത്. ഈ ക്ലോക്കിന്റെ മണിമുഴക്കം സംഗീതാത്മകമാണ്. വെസ്റ്റ് മിനിസ്റ്റർ ക്വാർട്ടേഴ്സ് എന്നാണ് ഈ സംഗീതത്തിന് പേര്. 2017 ഓഗസ്റ്റ് 21-ന് ഈ ക്ലോക്ക് ടവറിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നു. പണികൾ അവസാനിച്ചത് 2021 പുതുവർഷത്തിലാണ്. ഈ 4 വർഷക്കാലവും ബിഗ് ബെൻ നിശബ്ദ ധ്യാനത്തിലായിരുന്നു.